ഡോക്ടർ സമ്പത്ത് അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ സഹകരിക്കും എന്ന കാര്യമാണ് മുമ്പോട്ട് പോകുമ്പോൾ. ഇവിടെ ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞ ഒരു വാക്ക് അത് ഇംഗ്ലീഷിലാണ്, ഇത് തന്നെയാണ് മലയാളത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇമ്മച്വർ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഡോക്ർ സമ്പത്ത് മറ്റൊരു രീതിയിൽ പറഞ്ഞത്. ഞാനൊരു പക്ഷേ അല്പം ബോധമുള്ള ആളുകൾ ഇങ്ങനെ ചോദിക്കുമോ, ഇങ്ങനെ പറയുമോ എന്ന് ഞാൻ ചോദിച്ചതും അനിൽ ബോസിന് പ്രകോപനമുണ്ടായതുമൊക്കെ ഈ സാഹചര്യത്തിലാണ്. പക്ഷേ നോക്കൂ, എങ്ങനെയാണ് ബോധമുള്ളവർ ഈ കാര്യത്തിൽ സഹകരിക്കുക എന്നുള്ള ചോദ്യം നിങ്ങളോടും വരും. ഡോക്ടർ ലാൽകുമാറെ, നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി അനിൽ ബോസ് അങ്ങനെ ഒരു നിലപാട് എടുത്തത് നന്നായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ തോന്നിക്കൊള്ളട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടേതായ ആ പ്രസ്താവന അനുചിതവും അനവസരത്തിലും അത് ദുരുപദിഷ്ടവും അദ്ദേഹത്തെ അക്കാര്യത്തിന് എഴുതി കൊടുക്കുകയോ ഉപദേശിക്കുകയോ ചെയ്തവർ മറ്റേതെങ്കിലും നിഗൂഢമായ താല്പര്യങ്ങളും അത്തരത്തിലുണ്ടായിരിക്കുന്നവർ, അത് ഞാൻ അങ്ങനെ തന്നെ സംശയിക്കുകയാണ്. എനിക്കിപ്പോൾ അനിൽ ബോസിനും എനിക്കും ഓഫ് കോഴ്സ് വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി, സ്വാഭാവികമാണ്. ഞാൻ അങ്ങനെ തന്നെ ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ ഞാൻ ലോക്സഭയിൽ അംഗമായിരുന്ന ആളാണ്. 10 കൊല്ലക്കാലം ഞാൻ 15ഉം 16ഉം ലോക്സഭകളിലുണ്ടായിരുന്നു. രണ്ടാം UPA സർക്കാർ ഞങ്ങളുടെ പിന്തുണ ഇല്ലാത്തതായിട്ടുള്ള, അങ്ങനെയായിരുന്നല്ലോ, ഇടതുപക്ഷത്തെ വകവരുത്തുക എന്നുള്ളതായിരുന്നുവല്ലോ ഇൻഡോ US ആണവ കരാറിനെ തുടർന്ന് ഇടതുപക്ഷം ആ പിന്തുണ പിൻവലിക്കുമ്പോൾ പിന്നീട് ഉണ്ടായത് എന്നുള്ളത് ബീറ്റ് ദ ലെഫ്റ്റ് എന്നുള്ള നിലയിലേക്കായിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുകയുണ്ടായി. രണ്ടാം UPA സർക്കാർ വന്നു, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആ നിയോഗം ഏൽപ്പിച്ചത് തന്നെ കോൺഗ്രസ് പാർട്ടിയാണല്ലോ. അദ്ദേഹത്തിനെതിരായി ലോക്സഭയ്ക്കകത്ത് വല്ലാതെ അത്തരത്തിൽ പറയുകയും പുറത്തു വന്നിട്ട് വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി മുഖത്തടിക്കുന്നത് പോലെയുള്ള വർത്തമാനം നടത്തുകയും ചെയ്തത്, അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനെയാണോ നേരത്തെ എതിർത്തു പറഞ്ഞത് അത് തന്നെ തനിക്ക് ഇത്തരത്തിൽ എയ്തുവിട്ട ശരങ്ങൾ തിരിച്ചു വരുന്നത് പോലെ അദ്ദേഹം നിയമത്തിൻ്റെ മുമ്പിൽ വേട്ടയാടപ്പെടുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അന്ന് അത്തരത്തിലുള്ളൊരു വാർത്താ സമ്മേളനം നടക്കുന്ന വേളയിൽ അന്ന് ചില ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ, ഞാൻ ഡൽഹിയിൽ കൂടിയായിരുന്നതാണ്, ഇംഗ്ലീഷ് ന്യൂസ് ചാനലിലടക്കം ഞാനന്ന് പങ്കെടുക്കുകയുണ്ടായി. ഞാൻ മലയാളം വാർത്തയിൽ ഇത്തരത്തിലുള്ള മലയാളം ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചയിൽ ഞാനത് വളരെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് അനുചിതവും അനവസരത്തിലുമാണ് എന്നുള്ളത് മാത്രമല്ല, അപക്വമായി പോയി. അദ്ദേഹം ഇക്കാര്യങ്ങളിൽ കുറേ കൂടി പക്വത കാട്ടിക്കൊണ്ട് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റേതായിട്ടുള്ള ആ ഉന്നതത്തിൽ നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്യണമായിരുന്നു എന്നുള്ളത് ഞാനിപ്പോഴും ആ അഭിപ്രായം തന്നെയാണ് വെച്ച് പുലർത്തുന്നത് അദ്ദേഹത്തോട്. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ഈ ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടവും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പൊക്കമുള്ളവനെ കുനിയാനായി കഴിയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. പൊക്കമുള്ളവൻ കുനിഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ വാതിലിൻ്റെ കട്ടളയിൽ തലയിടിച്ചാൽ ഉണ്ടാകുന്നതായ ദുരന്തവും കൂടി ഓർക്കണമെന്നുള്ളത് മറന്നു പോകരുത്. മറ്റൊരു കാര്യം, ഇപ്പോൾ അനിൽ ബോസ് ചോദിച്ചു, ഇപ്പോൾ MA ബേബി അവിടെ ചെന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് BJPയുടേതായ സംഘപരിവാറിൻ്റേതായിട്ടുള്ള ഈ നാട്ടിലെ ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടയെ ചെറുക്കുന്നതിന് വേണ്ടി ആരുടെ മുന്നിലേക്കും പോകാൻ, ആരോടും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ആരോടും ഇത്തരം കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ നാടിനെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾ തയ്യാറാണ്. മുമ്പും തയ്യാറാണ്, ഇപ്പോഴും തയ്യാറാണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിലൊരു കാര്യം, RSSനെയും CPIMനെയും ഒരേ നുകത്തിൽ കെട്ടുന്നതിന് മുമ്പൊരു കാര്യം അനിൽ ബോസ് കൂടി അറിയാൻ വേണ്ടി ഞാൻ പറയാം. ഇത് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികമാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നന്നായി പരിശ്രമിക്കുകയെല്ലാം ചെയ്തു, അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ രാഹുൽ ഗാന്ധി വന്നൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പിന്നീട് ഇപ്പോൾ ഈ നമ്മൾ മുമ്പ് ഒരു MLA, ഒരു സ്വതന്ത്ര MLA പറഞ്ഞ വർത്തമാനം, അതൊന്നും ഞങ്ങൾ ആ കാര്യങ്ങളൊന്നും ഓൺ ചെയ്യുന്നതല്ല, അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു എന്ന് അപ്പോൾ തന്നെ ടെലിവിഷൻ ചാനൽ ചർച്ചകൾ ഞാൻ പറയുക മാത്രമല്ല, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദ മാഷ് വന്ന് പറയുകയുണ്ടായി. എന്താണെന്നുള്ളത് അറിയാമല്ലോ വിഷയം. ഇവിടെ സഖാവ് പിണറായി എന്നൊരു ചോദ്യം ചോദിച്ചു, താങ്കൾക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടുള്ളൊരു കാര്യം, താങ്കളുടെ പിതാവിൻ്റെ മാതാവ്, താങ്കളുടെ അമ്മുമ്മ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ മർദ്ദനത്തിന് വിധേയമാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നൊരു പൊതുപ്രവർത്തകനാണ് ഞാനെന്നുള്ളത്. അദ്ദേഹം പറയാതെ പോയൊരു കാര്യം, സഖാവ് പിണറായി പറയാതെ പോയൊരു കാര്യം ലോക്സഭയുടെ രേഖകളിലുണ്ട്. അത് സഖാവ് AKജിയുടേതായ പ്രസംഗമായിരുന്നു. ജഗജീവൻ റാം അടക്കം തലകുമ്പിട്ട് ഇരിക്കേണ്ടി വന്നതായിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ
അടിയന്തരാവസ്ഥക്കാലത്ത് ഏറ്റവും ഭീകരമായ മർദ്ദനങ്ങളെ നേരിട്ടതിന് ശേഷം ഇന്നൊരു മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരേ ഒരു മനുഷ്യനേ ഉള്ള അദ്ദേഹം പിണറായി വിജയനാണ്. അപ്പോൾ അനിൽ ബോസ് ചോദിക്കുകയാണ്, അതിനെ പിണറായി എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല, ഇതിനെന്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയില്ല, അതിനെന്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയില്ല എന്നുള്ളത്. ഞങ്ങൾ CPIM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ സംവിധാനമുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടേതായ ഘടകങ്ങൾ, പാർട്ടി കമ്മിറ്റികൾ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, പാർട്ടിയുടേതായ ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയുടെ അഭിപ്രായം, ഈ സംസ്ഥാന ഘടകത്തിൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് 1 മിനിറ്റ് എടുത്ത് ഞാനത് നിർത്താം. അനിൽ ബോസിന് ചിരി വരും. കാരണം ഇവരുടെ എല്ലാം അത്തരത്തിലുള്ള വല്ലാതെ ചിരിയുടെ മുമ്പിൽ പോലും ചൂളാതെ നിന്ന് അത്തരത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാടിയ ഒരു പ്രസ്ഥാനം CPIM എന്നുള്ളൊരു പ്രസ്ഥാനം. അപ്പോഴും 1975 ആഗസ്റ്റ് മാസം 22-ാം തീയതി യർവാദ ജയിലിൽ നിന്ന് RSSൻ്റെ സർസംഘചാലക്കായിരുന്ന RSSൻ്റെ ഇപ്പോൾ അവർ രാഹുൽ ഗാന്ധിയാണ് തങ്ങളുടെ ഏറ്റവും തിരുവാക്കെതിർവായില്ലാത്ത നേതാവ് എന്ന് പറയുന്നത് പോലെയുള്ളൊരു നേതാവ്, ബാലാസാഹിബ് ദേവറസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്താണ് ജയിലിൽ നിന്ന്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും എല്ലാം ജയിലിലുണ്ട്. മൊറാർജി ദേശായി ഉണ്ട്, ജ്യോതി ബസു ഉണ്ട്, പിന്നെ EMS അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ നിരവധി പേര്. കത്തിലെ ഒരു ഭാഗം വായിക്കണം. കോട്ട്: ഫ്രം ദ ജയിൽ ഐ ലിസൺഡ് വിത്ത് റാപ്റ്റ് അറ്റൻഷൻ ടു യുവർ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് റിലേഡ് ഫ്രം ഓൾ ഇന്ത്യ റേഡിയോ ആൻഡ് അഡ്രസ് ടു ദ നേഷൻ ഓൺ August 15, 1975. 1975 ആഗസ്റ്റ് 15 താങ്കൾ ഈ രാഷ്ട്രത്തോടായി നടത്തിയതായ പ്രസംഗം ഞാൻ ആകാശവാണിയിൽ കൂടി ഞാനത് ശ്രവിക്കുകയുണ്ടായി. ബാലാസാഹിബ് ദേവറസ് RSSൻ്റെ സർസംഘചാലകൻ്റെ കത്താണ്. യുവർ സ്പീച്ച് വാസ് സ്യൂട്ടബിൾ ഫോർ ദ ഒക്കേഷൻ ആൻഡ് വെൽ ബാലൻസ്ഡ്. താങ്കളുടെ പ്രസംഗം എന്നുള്ളത് ഈ അവസരത്തിന് ഉചിതമായിട്ടുള്ളതും അത് വെൽ ബാലൻസ്ഡ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. തീരുന്നില്ല. അദ്ദേഹം പിന്നീട് അത് കഴിഞ്ഞിട്ടൊരു കത്തെഴുതി. 1975 ആഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് അടുത്ത കത്ത് എന്നുള്ളത്. അത് 4-ാം തീയതി വന്ന ഓർഡിനൻസിനെ സംബന്ധിച്ചാണ്. ഒരു ഓർഡിനൻസ് വന്നത് ഈ പിന്നെ ഹൈക്കോടതി വിധിയെല്ലാം വന്നതിന് ശേഷം ഉണ്ടായ കാര്യമാണ്. അതിനെ ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. RSSൻ്റെ നിരോധനം നീക്കാൻ വേണ്ടി, The RSS has never done anything as might hamper the smooth running of the government. സർക്കാരിൻ്റേതായ സുഖകരമായ പ്രവർത്തനത്തിന് ഏതെങ്കിലും വിധത്തിൽ വിഘാതമുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു കാര്യവും RSS ചെയ്തിട്ടില്ല. ആരാ എഴുതുന്നത്? ബാലാസാഹിബ് ദേവറസാണ്. എന്നിട്ട് എഴുതുകയാണ്, ദ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആൻഡ് ദ പീസ് ഓഫ് ദ കൺട്രി. ആഭ്യന്തര സുരക്ഷിതത്വത്തിനും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കുമെതിരായി ഒന്നും ചെയ്തിട്ടില്ല. ദി എയിം ഓഫ് ദ സംഘ് ഇസ് ടു യുണൈറ്റ് ദ ഓൾ ഇന്ത്യ ഹിന്ദു കമ്മ്യൂണിറ്റി. ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തെ ഒരുമിപ്പിക്കൽ. പിന്നെ ബാക്കി ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ജയിലിൽ നിന്ന് തുറന്നു വിടണം എന്നാണ്. തീരുന്നില്ല. BJPയുടെ നേതാവും പാർലമെൻ്റ് അംഗവുമായ സുബ്രഹ്മണ്യം സ്വാമി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമുണ്ട്. 21 മാസക്കാലത്ത്, ആഭ്യന്തര അടിയന്തരാവസ്ഥക്കാലത്ത് 20 മാസക്കാലം ശ്രീ അടൽ ബിഹാരി വാജ്പേയി എങ്ങനെയാണ് പരോളിൽ പുറത്തു കഴിഞ്ഞത് എന്നുള്ളത് അദ്ദേഹം എഴുതി കൊടുത്തൊരു കത്തുണ്ട്. ഞാൻ ഒരു കാരണവശാലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും പ്രസംഗങ്ങളിലും ഏർപ്പെടുകയില്ല എന്നുള്ളത്. ഇവിടെ RSSനെയും BJPയും തുലനം ചെയ്യുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും തുലനം ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ ആയിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. ഇനി ഈ CPIM ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് അനിൽ ബോസും അദ്ദേഹത്തിൻ്റെ നേതാക്കളും പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടതാണല്ലോ. അതാ ബീഹാറിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിക്കാനായി സീറ്റുകൾ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് ഈ പറഞ്ഞതുപോലെ തന്നില്ല എങ്കിൽ മുന്നണി വിട്ടുപോകുമെന്ന് ഒടുവിൽ പറഞ്ഞതെന്നാണ് ലല്ലു പ്രസാദ് ഒന്ന് കൊടുത്തയക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയതായ സീറ്റുകളിൽ മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ട് വഴിയെ പോകുന്ന ആളുകളടക്കം വിളിച്ചുകൊണ്ട് നിർത്തി അവരുടെ അടയാളവും കൊടുത്ത് മത്സരിപ്പിച്ചിട്ട് തോറ്റത് കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു മുഖ്യമന്ത്രിയായി തേജസ്വി യാദവ് അങ്ങനെ വരുമായിരുന്നത്. അങ്ങനെ ബീഹാറിൽ നിന്ന് BJPക്ക് എതിരായിട്ടുള്ളൊരു പുതിയ സൂര്യോദയം ഉണ്ടാവുമായിരുന്നത്. അത് തല്ലിക്കെടുത്തി കോൺഗ്രസ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ബീഹാറിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ പഴയതുപോലെ കോൺഗ്രസിന് സീറ്റുകൾ നൽകേണ്ടതില്ല എന്ന് RJD അടക്കം തീരുമാനിക്കേണ്ടി വന്നത്. കോൺഗ്രസ് എടുക്കേണ്ടുന്നൊരു നിലപാടുണ്ട്. ആ നിലപാട് ഈ പറയുന്ന രാഷ്ട്രത്തിനെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എത്ര വലുതായാലും ചെറുതായാലും എല്ലാ ഗ്രൂപ്പുകളെയും എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാനാണ് വലുത് എന്നുള്ള നിലയിലേക്ക് അത്തരത്തിലുള്ള ഞങ്ങൾ വലുതാണ് എല്ലാവരും കുമ്പിട്ട് വെക്കണം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു കാര്യം സ്വീകരിക്കുന്നത് മാത്രമേ